വിവാഹ നിശ്ചയം കഴിഞ്ഞ് കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പേ വഴി പിരിയേണ്ടി വന്ന നവവധൂവരന്മാരെ പോലെയായി NSS SNDP ബാന്ധവം അല്ലെങ്കിൽ സംബന്ധം. ഒന്ന് ഓർത്തു നോക്കൂ, വ്യത്യസ്തങ്ങളായ മതസമൂഹങ്ങൾ ഒരുമയോടെ തിങ്ങി പാർക്കുന്ന കേരളത്തിൽ ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് NRC നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് പോലെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നായിരുന്നു ആദ്യമുള്ള ഐക്യകാഹളത്തിൻ്റെ പേരെങ്കിൽ ഇപ്പോൾ അത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ആക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാന്മാരായ ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ഇത്തരത്തിലുള്ള നവോത്ഥാന സംഘടനകൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുമ്പോൾ തീർച്ചയായും അത് അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും പൊതുവിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതി ചിന്തിക്കരുത് എന്ന് പറയുന്ന ദേവനെ പോലും അപഹസിച്ചുകൊണ്ട് ജാതിയെ താൻ ചോദിക്കൂ എന്ന് പറയുന്ന വെള്ളാപ്പള്ളിമാരും ഇന്ന് കേരളീയ സമൂഹത്തിൽ നവോത്ഥാന നായകന്മാരാണ്. എന്തുകൊണ്ട് നായന്മാർക്ക് വേണ്ടി മാത്രം ഒരു സംഘടന, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈഴവർക്ക് വേണ്ടി മാത്രമായ ഒരു സംഘടന, വിശാലമായ അർത്ഥത്തിൽ ഹൈന്ദവ ജനതയ്ക്ക് അവരുടെ ക്ഷേമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇവർ പ്രവർത്തിച്ചില്ല? ജാതിക്കുള്ളിലെ ഉപജാതി വിചാരങ്ങളാണ് ഇവരെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു തരത്തിലും യോജിക്കുവാൻ കഴിയാത്തത്. പെരുന്നയിലെയും കണിച്ചുകുളങ്ങരയിലും ഈ ജാതിപ്പോപ്പുമാർ തങ്ങളുടെ സ്വകാര്യ ശേഖരമായി വർദ്ധിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരു ക്ഷേമ പ്രവർത്തനങ്ങളും സ്വസമുദായത്തിന് വേണ്ടി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വംശീയതയും വിഭാഗീയതയും വെച്ചു പുലർത്തുന്ന നേതാക്കന്മാർക്കാണ് പട്ടും വീരശൃംഖലയും പത്മഭൂഷണും എല്ലാം നൽകി ആദരിക്കുന്നതും. കേരളത്തിൻ്റെ നവോത്ഥാന ഐക്യ ശ്രമം പാളിപ്പോയതിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദുഃഖിതരാത്രി. ഏത് തരത്തിലുള്ള ഐക്യമാണ് പാളിപ്പോയത്? ഓരോ ഇലക്ഷൻ കാലഘട്ടത്തിലും ഈ മതക്കോമരങ്ങളുടെ തിന്നങ്ങൾ കയറിയിറങ്ങുന്ന പരിപാടി എന്നാണോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവസാനിപ്പിക്കുന്നത്, അന്നേ കേരളീയ സമൂഹത്തിൽ സാമൂഹ്യ നീതി പുലരുകയുള്ളൂ.